ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അന്തവും കുന്തവും ഇല്ലാതെ നോക്കുന്നത് ഒരു ബേക്കറി കടക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ KS ബേക്കറിയിലേക്ക് കയറി. നമ്മുടെ ആയഞ്ചേരിയുടെ ഹൃദയഭാഗത്തുള്ള ബേക്കറിയാണ് KS ബേക്കറി. അപ്പോൾ ഐറ്റംസിനെ കുറിച്ചൊന്നും വലിയ ധാരണയില്ല, എന്നാലും ഇടിച്ചു കയറി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, നമ്മുടെ കൂട്ടത്തിലുള്ള ചിപ്പിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കണം, കാണണം, പിന്നെ കുറച്ച് കഥ പറയണം. അങ്ങനെയൊക്കെയുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥിരം കലാപരിപാടി ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്, സെലക്ഷൻ. ഒരാൾ അത് പറയുമ്പോൾ മറ്റേ ആൾക്ക് മറ്റൊന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു നിമിഷം ആ കടക്കാരനെ പോലും സ്മരിക്കാതെ നമ്മൾ നമ്മുടെ കഥകളൊക്കെ പറയാണ്. വല്ല ശത്രുവിൻ്റെ വീട്ടിലേക്കും ആയിരുന്നെങ്കിൽ നമ്മൾ ഉറപ്പായും സെലക്ട് ചെയ്യുന്നൊരു ഐറ്റമായിരുന്നു ആ ദാ കിടക്കുന്ന ഉണ്ട എന്നാണ് ഞങ്ങൾ അവിടെ അപ്പം സംസാരിച്ചത്. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം, നമ്മുടെ വീഡിയോ ഒക്കെ ആരാണ് എടുത്തു തരുന്നതെന്നല്ലേ. നമുക്ക് വീഡിയോ എടുത്തു തരാൻ ഒരു പ്രൊഫഷണലായിട്ടുള്ള ക്യാമറാമാൻ ഉണ്ട്. ക്യാമറാമാനൊന്നുമല്ല, എൻ്റെ അനിയനാണ്. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും അനിയനായിട്ടുള്ള അബിയാണ്. അപ്പോൾ അബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പെൺപിള്ളേർ വിളിച്ചാൽ ഈ ആൺപിള്ളേർക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. അവർക്ക് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവരെ സഹിക്കണമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റായിരിക്കും. പക്ഷേ അബി നമ്മളെപ്പോൾ വിളിച്ചാലും അബി വരും, വീഡിയോ എടുത്തു തരും. അവൻ ആ ഒരു കാര്യത്തിൽ അവനെ സമ്മതിച്ച് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അങ്ങനെ എന്ത് പറഞ്ഞാലും അനുസരിപ്പിക്കുന്നൊരു ആളൊന്നുമല്ല, എന്നാലും നമ്മുടെ എല്ലാ കാര്യത്തിലും അവൻ നല്ല സപ്പോർട്ടാണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഭാഗ്യമുള്ള ഒരു കാര്യം. അങ്ങനെ നമ്മൾ ടൗണിൽ നിന്ന് പർച്ചേസൊക്കെ ചെയ്തു. നമ്മൾ പോകാൻ പോവുകയാണ്. ഈ ബേക്കറി അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ്, അതായത് ചിപ്പിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇതാ ആയഞ്ചേരി ടൗണിൽ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടു, നമ്മൾ യാത്ര തുടർന്നു. അത്യാവശ്യം ദൂരമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷേ നമുക്ക് അത്ര കണ്ട് ദൂരമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ നമ്മളിങ്ങനെ ആടിപ്പാടി പോയതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു, നമുക്ക് അത്ര ദൂരമൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിവിടെ വഴി തെറ്റിയിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അല്ല, നമുക്ക് വഴിയൊക്കെ കറക്റ്റ് അറിയാം. എന്നാലും ഇവിടെ ഒരു വയൽ കണ്ടപ്പോൾ ഇവിടെ വല്ല ഫോട്ടോ എടുക്കാനുള്ള ചാൻസും ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും വയലും ആ വയലുള്ള കൊക്കുകളെയും ഒക്കെ കണ്ടപ്പോൾ നല്ലൊരു പ്ലേസായിട്ട് തോന്നി. അങ്ങനെ ആക്രാന്തം മൂത്ത് ഞങ്ങളിവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. ഉച്ചയിലാണെന്നൊക്കെ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടെ കൂടുമ്പോൾ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം. അപ്പോൾ പിന്നെ വെയിലുണ്ടോ മഴയുണ്ടോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേയില്ല. അപ്പോൾ അവിടെയുള്ളൊരു മരത്തണലിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കഥ പറയാണ്.
എല്ലാവരെയും ഇങ്ങനെ ഒത്തു കിട്ടുന്നത് വളരെ റെയറായിട്ടാണ്. എന്തെങ്കിലും ഫാമിലി ഫങ്ഷനൊക്കെ വരുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുചേരുന്നതൊക്കെ. പക്ഷേ ഇന്നെന്തോ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കാര്യം നോട്ട് ചെയ്തത്. ഒരു ചേട്ടൻ ഇപ്പം അങ്ങോട്ടേക്ക് പോയതാണ്, പക്ഷേ അദ്ദേഹം പിടിച്ചു കൊണ്ടുവന്ന മീനിനെ കണ്ടോ, ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല, പെട്ടെന്നായിരുന്നു. ക്വിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ വരവ് കണ്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എങ്ങനെ സാധിച്ചു ഇത്ര പെട്ടെന്നെന്ന്. അപ്പോഴാണ് ആഞ്ചലീനയുടെ ഒരു കമൻറ്റ്, അത് മത്തിയാണ്, വയലിൽ നിന്ന് മത്തി പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് അവൾ പറയാണ്. അവളെ ഞങ്ങൾ കളിയാക്കി കൊന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവളത് സമ്മതിച്ചിരുന്നില്ല. അത് മത്തി തന്നെയാണെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ഈ ചളിയടി അതുകൊണ്ടെങ്കിലും നിർത്തുക, അതും ഇല്ല. അവൾ പിന്നെയും പറയാണ് ആ വയലിലുള്ളൊരു പോത്തിനെ കണ്ടപ്പോൾ അത് അവളതിനെ പശുവാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇവളുടെ ഈ ചളിയടി സഹിക്കുന്നതിന് നല്ലത് പോയി വല്ല റീലും ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങളിതാ റീല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പുള്ള ഒരു റീൽ നമ്മൾ അങ്ങോട്ടേക്ക് എടുത്തു, അതങ്ങോട്ടേക്ക് തുടങ്ങി. അങ്ങനെ റീൽസൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ചു. അതിനുശേഷം നമ്മൾ ഇനി എവിടെയും നിർത്തില്ല, ഇനി നമ്മുടെ ചിപ്പിയുടെ വീട്ടിൽ മാത്രമേ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണിത്. ചിപ്പിയില്ലാതെ നമ്മളോട് റീൽസ് ചെയ്യരുതെന്ന് അവൾ പ്രത്യേകം പറഞ്ഞതാണ്. പക്ഷേ ഈ വയലൊക്കെ കണ്ടപ്പോൾ ഞങ്ങളതൊക്കെ അങ്ങ് മറന്നു. അപ്പോൾ അവളോട് ഇനി ഇതൊന്നും പറയണ്ട എന്നുള്ള ധാരണയിലാണ് നമ്മളെല്ലാവരും ഇനി അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് നല്ല രീതിയിൽ ആക്ട് ചെയ്യണം. നേരെ ഇങ്ങോട്ടാണ് വന്നത്, ഇവിടെ വന്നിട്ടേ നമുക്ക് എന്തുള്ളൂ എന്നൊക്കെ അവളോട് പറയണമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ചെന്ന് കയറിയത് വളരെ നല്ലൊരു ടൈമിലായിപ്പോയി. കാരണം അവളുടെ വീടിൻ്റെ റോഡ് പണി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് റോഡിൻ്റെ വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് പോലും അറിയാത്ത ഒരു വീട്ടിൽ നമ്മൾ വണ്ടി വെച്ചു. അപ്പോഴിതാ നിൽക്കുന്ന ഒരു സുന്ദരിയായ ആട്ടിൻകുട്ടി. അപ്പോൾ അതിനെ കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. പക്ഷേ നമ്മളെ കണ്ടപ്പോൾ അത് വല്ലാതെ പേടിച്ചു. ഇതെവിടെ നിന്നാണ് ഈ കാടിളകി വരുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അതിങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. അങ്ങനെ വണ്ടി വെച്ചപ്പോൾ ആ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. കോളിംഗ് ബെൽ അടിച്ചപ്പോഴൊന്നും ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു വീട്ടിൻ്റെ മുറ്റത്ത് പോയി വണ്ടി വെക്കുമ്പോൾ നമുക്ക് ചില മര്യാദകളൊക്കെ ഉണ്ടല്ലോ, അവരോട് പറയണമല്ലോ. പക്ഷേ അവിടെ ആളില്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അന്വേഷിച്ചു. പക്ഷേ അവിടെയും ആളുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ തൽക്കാലം അവർ ഊഹിച്ച് പൂരിപ്പിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇനിയുള്ള ടാസ്ക് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ളതായിരുന്നു. ഇനിയുണ്ടായിരുന്ന ഒരു വലിയ ടാസ്ക് ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കണം, എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നിട്ട് ഒരു റൂൾ ഉണ്ടാക്കി. ആഞ്ചലീന പറഞ്ഞു ഈ കവറൊന്നും ഞാൻ പിടിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിയാത്ത ഒരേ ഒരു കുട്ടി അവളാണ്, കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് അവൾ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു വീട്ടിലേക്ക് പോകുമ്പോൾ കല്യാണം കഴിയാത്ത പെൺകുട്ടിയാണ് കവർ എടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും നിർബന്ധിച്ച് അവൾ തന്നെ ആ കവറൊക്കെ എടുത്തിട്ട് മുന്നിൽ നടക്കുകയാണ്. അപ്പോൾ അവൾ അത് വിശ്വസിച്ചു. അങ്ങനെ ഒരു റോൾ ഉണ്ട് എന്നൊക്കെ അവൾ വിശ്വസിച്ചു. അവൾ എന്തും പെട്ടെന്ന് വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തും അവളോട് പറയാൻ പറ്റും. അങ്ങനെ ഈ കവറൊക്കെ പിടിച്ചിട്ട് അവൾ നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വിജയകരമായി ചിപ്പിയുടെ വീട്ടിലെത്തി. പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഓൾറെഡി ഞങ്ങൾ വരുന്ന കാര്യം അറിയാമായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ കോളിംഗ് ബെൽ അടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ കുറച്ച് ചോറൊരു ചേച്ചി എന്ന് പറഞ്ഞാൽ കയറാമെന്നാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് കയറുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ അവൾ ഫുഡ് കഴിച്ചിട്ട് നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് പുറത്താരെയും കാണാത്തത് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ തന്നെ പുറപ്പെട്ടു. കാരണം ചിപ്പിയോടുള്ള സ്വാതന്ത്ര്യത്തിൽ ഒരു വീട്ടിൽ നമ്മളിങ്ങനെ കയറാൻ പാടില്ല. എന്നാലും അവളോടുള്ള സ്വാതന്ത്ര്യത്തിൽ നമ്മൾ അങ്ങോട്ടേക്ക് ഇടിച്ച് കയറി. ആഞ്ചലീന പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു. ആ കവറൊക്കെ കൊണ്ട് അവൾ മെല്ലെ മെല്ലെ കയറി. അങ്ങനെ ചിപ്പിയെ കണ്ടു. പിന്നെ നമ്മുടെ കഥ പറച്ചിലായി, ചിരിയായി, കളിയായി.
അങ്ങനെ നമ്മുടെ ടൈം പോകുന്നതേ സൗണ്ട് വളരെ റേസ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കൺട്രോൾ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെ അവളുടെ അമ്മയും അനിയനും ഉണ്ടായിരുന്നു. ചിപ്പിയുടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഇന്ന് 2 സന്തോഷം കിട്ടി. ഒന്ന്, ചിപ്പിയെ കാണാൻ പറ്റി, അവളുടെ അമ്മയെയും അനിയനെയും എല്ലാവരെയും മീറ്റ് ചെയ്യാൻ പറ്റി. മറ്റൊന്ന്, ഇവിടെ അടുത്താണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്, അവളെയും എനിക്കിന്ന് കാണാൻ പറ്റി. സെന്തില എന്നാണ് കേട്ടോ പേര്. എൻ്റെ കൂടെ ഞങ്ങൾ ഒരു 6 മന്ത്സ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവളുടെ അനിയനും അച്ഛനും ഒക്കെയാണ്. അച്ഛനൊരു അധ്യാപകനായിരുന്നു, ഇപ്പോൾ റിട്ടയർഡായി. അപ്പോൾ അദ്ദേഹവും പിന്നെ അമ്മയെ നമ്മൾ ആദ്യം കണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറയായിരുന്നു വീഡിയോ എടുക്കുന്നതെന്നപ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ടെൻഷനായി. അങ്ങനെ നമ്മൾ ഈ ഒരു ടൈം നമുക്ക് വളരെ യാദൃശ്ചികമായിട്ട് അതും കിട്ടി. പിന്നീട് നമ്മൾ ചിപ്പിയുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോൾ ഇതാ അബിയെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് അബി. അപ്പോൾ അബിനോട് നമുക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം അവൻ ഒരാളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അവന് വീഡിയോ ഒക്കെ എടുക്കാനുള്ള നല്ല ഐഡിയ ഒക്കെ ഉണ്ട്, നമുക്കത്ര മാത്രം ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല കട്ടക്കുള്ള തീറ്റ തുടങ്ങി. വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല രീതിയിൽ കഴിച്ചു. നല്ല ടേസ്റ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാൻ പറ്റി. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോവലിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഇവിടെ അടുത്ത് നല്ലൊരു സ്പോട്ടുണ്ട്. ഈ ഒരു നാടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹരിതാപവും പച്ചപ്പും നല്ല രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ സൂപ്പർ പ്ലേസുകളുണ്ട്. അപ്പോൾ അതിലൊന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു പാടമൊക്കെയുള്ള ഒരു ഈവനിങ് ഒക്കെ നമുക്ക് Maybe it's me, I can't tell, 'cause I ran out of time. Is this thing on? I can't tell, 'cause you never reply. Where did you go? Was that you that just drove past the house? And is it me that they're laughing at when I step out? Maybe I'm paranoid, feels like I let everyone down. It feels like everybody's thinking I'm a nobody now. I had to write myself a letter just to know it get read. ഞാൻ പറഞ്ഞ പോലെ കണ്ണെത്താത്ത ദൂരത്തോളം വയലുകളാണുള്ളത്. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളത് അവിടെ പോയി തന്നെ എൻജോയ് ചെയ്യണം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടായിരുന്നു. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഏതാണ്ട് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എന്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ കാമാക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ നമ്മുടെ പരിപാടിയിലേക്ക് കടന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നമ്മൾ അവരെയൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മുടെ ആവശ്യം നമുക്ക് റീല് കിട്ടണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊക്കെ ചെയ്തു. നമ്മൾ ആരെയും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. നോക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം അത്രയും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടെ ഈ വഴിയിൽ കൂടെ നമുക്ക് വയലിലേക്ക് ഇറങ്ങി ചെല്ലാം. പക്ഷേ ഡേഞ്ചറാണ്. സൈഡിലൊക്കെ ചെറിയ രീതിയിലുള്ള വരമ്പായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും എന്തും വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഈ ബാഗും തൂക്കി എന്തിനാണ് ഞാൻ നടക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതെ ആയിപ്പോയി. എടുത്തും പോയി, പക്ഷേ വണ്ടിയുടെ ഉള്ളിൽ അത് വെക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ ബാഗും തൂക്കി നടക്കുന്നത്. These things that I've done, they won't mean shit when I die. You know, these songs that I've sung, they won't make anyone cry. Maybe it's me, I can't tell, 'cause I ran out of time. Is this thing on? I can't tell, 'cause you never reply. Now I'm done my complaining, you just read my mind, that's you on the line.
അങ്ങനെ ടൈം ഏതാണ്ട് 6 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ലൊരു ഡേ ആയിരുന്നു. എന്നത്തെയും പോലെ നല്ലൊരു ഹാപ്പി ആയിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വ്ളോഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്